ബഡ്ജറ്റിനെ പറ്റി കൂടുതലായിട്ട് പറയുമ്പോൾ ആദ്യം പറഞ്ഞു വെക്കേണ്ടതെന്ന് പറയുന്നത് വയനാട് എന്ന വിഷയം നമുക്ക് അത്രയും ഭീകരമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ 300 പേര് മരിച്ച ഒരു വലിയ ദുരന്തമായിട്ട് പോലും ഈ പറഞ്ഞ പോലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആദ്യം അവർ തയ്യാറായിരുന്നില്ല. അന്ന് ഈ പണം തരാനുള്ള വിമുഖത കാരണമായിരിക്കാം എന്ന് നമ്മൾ അന്നേ കരുതിയിരുന്നു. പിന്നീട് ബഡ്ജറ്റ് ആയിരുന്നു നമ്മുടെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്നതില് ബഡ്ജറ്റിലും നമ്മളെ വളരെയധികം നിരാശരാക്കിക്കൊണ്ട് വയനാടിന്റെ കാര്യം പ്രതിപാദിക്കുക പോലും ചെയ്യാത്തൊരു ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 1 നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്രത്തോളം ക്രൂരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പൊലിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ബഡ്ജറ്റിൽ പോലും നമ്മൾ ആവശ്യപ്പെട്ട തുക അല്ലെങ്കിൽ ആവശ്യപ്പെട്ട പാക്കേജ് എന്ന് പറയുന്നത് 1200 കോടിയുടെ പാക്കേജാണ്. അത് മതിയാകുമോ എന്നുള്ളത് ഒരു 300 മനുഷ്യരുടെയും അതിനെ ബാധിച്ച വേറെ മനുഷ്യരും ഉണ്ടാവും. ഈ 300 മനുഷ്യരെ മരിച്ചു എന്നതിനപ്പുറം ഇവരുടെ കുടുംബങ്ങൾ എന്ന് പറയുന്ന വേറൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇവരുടെ ഒരു ജീവിതത്തെ മൊത്തമാണ് ഇത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ബാധിച്ച മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഈ 1200 കോടി രൂപ കൊണ്ട് മൂല്യം കൽപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാവാത്ത ഒരു കാര്യമാണ്. നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പോലും പറയാൻ പറ്റില്ല. കേരളത്തിനെ എന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ബഡ്ജറ്റുകൾ എന്നും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം എന്ന് പറയുന്നത് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയാണ്. എത്രത്തോളം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എത്രത്തോളം രാഷ്ട്രീയപരമായി വേറെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് മനുഷ്യർ എന്ന് പറയുന്നത് അവർക്ക് അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഉണ്ട്. അതായത് വെറും ഒരു വയസ്സോ 6 മാസമോ പ്രായമുള്ള കുട്ടികളടക്കമുണ്ട്, കുഞ്ഞു കുട്ടികളടക്കമുണ്ട്. രാജ്യത്തിന്റെ ഭാവി യുവതലമുറയിലാണെന്ന് പറയുമ്പോഴും ഈ യുവതലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ തുടച്ചു നീക്കപ്പെട്ട ഒരു സ്കൂള് തന്നെ, ചൂരൽമല സ്കൂള് തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ തുടച്ചു നീക്കപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ പോലും അവഗണിക്കുക എന്ന് പറയുന്നത്, അതായത് അവരും രാജ്യത്തിലെ പൗരന്മാരാണ്. എത്രത്തോളം രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും രാജ്യത്തിലെ പൗരന്മാരെന്ന നിലയ്ക്ക് അവർക്ക് വേണ്ട സുരക്ഷിതത്വവും അവർക്ക് വേണ്ട ഭാവി കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ, ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അതുപോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.